വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്കൂൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞു, അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ബാഗ് ഐറ്റംസും പിന്നെ യൂണിഫോം, എൻ്റെ പുതിയ സ്കൂളായതുകൊണ്ട് ന്യൂ യൂണിഫോം ആണ് എനിക്ക്. അതെ, സ്കൂൾ എന്ന് പറയുമ്പോൾ യൂണിഫോം വേണമല്ലോ. നീ എന്തായാലും പുതിയ സ്കൂളിലേക്ക് പോകുന്നല്ലേ? പുതിയ യൂണിഫോം ഞാൻ ന്യൂ സ്കൂളിലെ ന്യൂ യൂണിഫോം. ഇവന്റെ ഓൾറെഡി ആ സെയിം സ്കൂളിൽ തന്നെ ഉണ്ടായ സെയിം യൂണിഫോം തന്നെയാണ്. അപ്പം ഇന്ന് നമ്മൾ വാങ്ങിയ ബാഗും എല്ലാം ഇന്ന് കാണിച്ചു തരാൻ പോവാണ്. ഫസ്റ്റ് ആരാ തുടങ്ങുന്നത്? ശ്രീകോട്ടിനെ ഹെയർ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടില്ലല്ലോ. അല്ല, നിന്റെ ഒരു മിനിറ്റ്, നിന്റെ പഴയ ഹെയർ കട്ട് ചെയ്തിട്ട് നമ്മൾ മുന്നേറ്റ വീഡിയോയിൽ കണ്ടില്ല. അപ്പം ഇന്ന് കാണുന്നുണ്ട് ഹെയർ കട്ട് ചെയ്തിട്ട്. ഓക്കെ അല്ലേ ശ്രീകുട്ടിയല്ലേ? ഹെയർ ആയിട്ട് ഓക്കെ, മോശമില്ല. പെട്ടെന്ന് ഹെയർ ഇവന് പെട്ടെന്ന് മുടി വളരും, അതുകൊണ്ട് നന്നായിട്ട് മുടി എടുത്ത് എവിടെ പോവാ? അതങ്ങനെ തന്നെ, വീഡിയോ തുടങ്ങി കഴിഞ്ഞാൽ വെള്ളം കുടിയാ. നമുക്ക് 3 സെറ്റാണ് യൂണിഫോം എടുത്തത്, 3 ജോഡി. അതിലിപ്പോൾ ഒരു കോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഇന്നലെ സ്കൂളിൽ നിന്ന് തന്നത്. ഇനിയിപ്പോൾ 2 കൂടി കിട്ടാണ്ട്. പൈസ ഒക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞ്. അപ്പോൾ ഒരു കോട്ട് ഇത് വൈറ്റ് ആണ് ഇത് വരുന്നത്, ടോപ്പ് വരുന്നത്. പിന്നെ പാന്റ് അതാണ് ഗ്രേ കളർ, സെയിം കളർ തന്നെ. ഓക്കെ, യൂണിഫോം ഇതാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ബാഗ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബാഗ്. അടിപൊളി ബാഗ്. നീ തന്നെ അങ്ങ് പറഞ്ഞല്ലേ? എനിക്കിഷ്ടമായി ബാഗ്. ഇതില് 4 കളികളാണുള്ളത്, പിന്നെ സ്പേസ് ഒക്കെ ഉണ്ട് നല്ലോണം. ഇതാണ് ബാഗ്. അപ്പം ഇതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇപ്പൊ മഴക്കാലാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ബാഗിൽ റെയിൻ കോട്ട് ഉണ്ട്. ഈ ബാഗിലായിട്ട് ബാഗ് കവർ ചെയ്യാൻ നനയാതിരിക്കുക അല്ലേ? റെയിൻകോട്ട് വിത്ത് എലാസ്റ്റിക് വരുന്നോണ്ട് ഇപ്പം നമുക്ക് ഫുള്ള് കവർ ചെയ്തിട്ട് വെക്കാൻ പറ്റും. ഇപ്പോൾ നനയുന്ന പ്രശ്നമില്ല. കുട ഇപ്പോൾ ഇപ്പോൾ കുടയിൽ ചൂടി നടക്കുമ്പോൾ ബാഗ് നനയൊന്നുള്ള പേടി വേണ്ട അല്ലേ? അപ്പം എന്തായാലും അത് അടിപൊളിയായിരുന്നു കേട്ടോ. വാങ്ങണമെന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, പക്ഷെ അങ്ങനെ ഒരു അത്ര വലിയതിലല്ല ഉണ്ടായിരുന്നത്. ഇതാണ് ബാഗ്. എത്രയുണ്ട്? 4 5 അത്രയും സ്പേസ് വരുന്നുണ്ടല്ലേ? അത് മാത്രല്ല, ഇതിന്റെ രണ്ടാമത്തെ ഇതിന്റെ ഉള്ളിലായിട്ട് കുറേ സ്പേസും കളികളും, ഇവിടെ പെൻസിലും ഇങ്ങനെ വെക്കണം. പിന്നെ വാട്ടർ ബോട്ടിൽസിന്റെ 2 ഭാഗം. എന്തായാലും അടിപൊളി ബാഗാണ്, എനിക്ക് ഇഷ്ടമാണ്. ശ്രീകുട്ടനോ സെയിം ബാഗ് എടുക്കണോ എന്നിട്ട് കുറേ പറഞ്ഞു, പക്ഷെ അവന് ഇത്ര ബാഗ് വേണ്ടല്ലോ, ചെറിയ ബാഗല്ലേ വേണ്ടു. അപ്പോൾ അതാണ് ബാഗ് വരുന്നത്. എൻ്റെ ന്യൂ അംബ്രല്ല. അത് അടിപൊളിയായി. ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന അംബ്രല്ലയാണ്. പോപ്പിൻ്റെതാ. ഇനി പോപ്പിൻ്റെ അടുത്തേ ഓപ്പൺ ചെയ്യ്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ വീഡിയോസിൽ. അതങ്ങോട്ട് വാങ്ങിച്ചു. സെക്കൻഡ് റോള് തന്നെ വാങ്ങിക്കാം. ഞാൻ 2 റോളാണ് വാങ്ങിക്കുന്നത്. ടെക്സ്റ്റിന് ഇടാനും നോട്ട് ഇടാനായിട്ട്. നോട്ടിന് അങ്ങനെ നമ്മള് കുറേ A4 പേപ്പറിൽ ഇങ്ങനെ ഇടക്കിടക്ക് വാങ്ങണ്ട, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സെറ്റ് ആയിട്ട് വാങ്ങാം. അതിൽ 500 എണ്ണം ഉണ്ടാവില്ല? അതിൽ 500 എണ്ണം ഉണ്ട്. അത് വാങ്ങി. പിന്നെ എന്താ പറയാ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ബോക്സ്. ഓക്കെ. പിന്നെ ഒരു പെന്നിന്റെ സെറ്റ്, മൈസ്റ്റിക്കിന്റെ പെന്നിന്റെ സെറ്റ്. എനിക്ക് അതാണ് ഇഷ്ടം. നെയിം സ്ലിപ്പ് സാധാരണ നോർമൽ പ്ലെയിൻ ആയിട്ട്. പിന്നെ ഒരു സ്കെച്ചാണ്, അതും ഡോംസിന്റെ തന്നെയാണ്. ഒരു പൗച്ച്, ജസ്റ്റ് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് 14 ഷെയ്ഡ്സ്. 12 അല്ല 14 വരുന്നുണ്ടല്ലേ? ഓ, 14 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഓക്കെ. വാട്ടർ കളർ 30 സെന്റിമീറ്റർ സ്കെയിൽ. വലിയ സ്കെയിൽ എന്തായാലും അത്യാവശ്യം. അത് ഇപ്പോൾ വരുന്നത്. പിന്നെ ഒരു കറക്റ്റർ ഉണ്ട്, വൈറ്റ്നർ. അത് അത്യാവശ്യമായിരിക്കും നമുക്ക് എന്തായാലും. പിന്നെ കുറച്ച്
ഇറേസറിന്റെ ഒരു സെറ്റ് വാങ്ങിയിരുന്നു. അതൊരു ബോക്സിലായിരുന്നു. ക്ഷമയില്ല, അതുകൊണ്ട് ശ്രീകുട്ടൻ പൊളിച്ച്. 20 എണ്ണം അല്ലേ അതിനകത്ത് ഒരു പീസിന്. പിന്നെ ഒരു സ്റ്റാപ്ലർ. പിന്നല്ല പിന്നെ എന്റെ മറ്റേ റിബൺ അതിന്റെ റോള് വാങ്ങി സെറ്റിന്റെ. അത് ഡെയിലി യൂസ് ടിക്കും അത്രേ. അത് എൻ്റെ സ്കൂൾ പർച്ചേസ് അത്രേ വരുന്നുള്ളൂ. പിന്നെ നോട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? നോട്ട് വാങ്ങിയത് രാജീവ് ഗാന്ധി തന്നെയാ വാങ്ങിയത്. അന്ന് അഡ്മിഷന് പോയ ടൈമിൽ തന്നെ നമ്മൾ നോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഫ്രീ ആയിട്ട് കിട്ടിയതല്ല, അവിടെ തന്നെ രാജീവ് ഗാന്ധിന്റെ നമ്മള് പൈസ കൊടുത്തിട്ട് വാങ്ങി. ഓക്കെ, ശ്രീകുട്ടൻ്റെ ആണ്. ആ തുടങ്ങിക്കോ. ഫസ്റ്റ് യൂണിഫോം. ഓക്കെ, ഇതാണ്. ആ അത് ഓപ്പൺ ചെയ്യണമെന്നില്ല, അതിലിതാ എംബ്ലോ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ശ്രീകുട്ടൻ്റെ ഒരു യൂണിഫോം വരുന്നത്. ഷർട്ടും പാൻറ്റും. അടുത്ത ബാഗ് കവറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ശ്രീകുട്ടൻ്റെ ബാഗ് വരുന്നത്. ഒരു ഗ്രേ കളറാണ് വരുന്നത് അല്ലേ? ഇതും സെയിം ഏകദേശം. ആദ്യം ബ്ലാക്ക് ആയിരുന്നു ഇവൻ എടുത്തു വെച്ചത്, പിന്നെ ഇവന് ഇത് മതി ഇഷ്ടപ്പെട്ട്. ഇതിനും അങ്ങനെ തന്നെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഇതുണ്ട് അല്ലേ? പള്ളിയെല്ലാം വരുന്നുണ്ട്. എത്ര എണ്ണം വരുന്നുണ്ട്? 5 ആണോ? ഓക്കെ, അപ്പോൾ ബാഗോ ഇതൊക്കെയാണ്. ബാഗ് കാണിച്ചാൽ അടിപൊളി ബാഗാണ്. ഞാൻ അടുത്ത നെക്സ്റ്റ് കാണിച്ചോ. എന്താ ഇതിൽ? പിന്നെ റെയിൻ കോട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ വലിയ ബാഗിൽ മാത്രമേ വരുന്നു. ഓക്കെ, വെറൈറ്റിയാ. അത്രയും കളക്ഷൻ്റെ അകത്ത് ഇവൻ ഇത് ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടാ. മെല്ലനാ ഓപ്പൺ ചെയ്യ. അടിപൊളിയാടാ, നന്നായിട്ടുണ്ട്. പോപ്പിൻ്റെ സെയിം. ഇവൻ ഇതാ ഇഷ്ടപ്പെട്ടെ, ഒരു വെറൈറ്റി. ഞാൻ വിചാരിച്ചു അവൻ്റെ ഇഷ്ടമല്ലേ. പിന്നെ നോട്ട് ബുക്കാണ് വാങ്ങിയത് അല്ലേ? മിസ്സ് നമുക്ക് എത്ര എണ്ണം വേണമെന്നുണ്ട് ഓപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, അതെടുത്ത് ക്ലാസ്മേറ്റിൻ്റെ തന്നെ എൻ്റെ നോട്ടൊക്കെ വാങ്ങിയത്. ഓക്കെ, നെക്സ്റ്റ് ബോട്ടിൽ. എത്ര ബോട്ടിൽ ഇവിടെ ഓൾറെഡി ഉണ്ടെന്ന് ഇവന് പോലും അറിയില്ല. എണ്ണി വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കാനുണ്ടാവും. എന്നാലും ഞാൻ വെച്ച് പോട്ടെ, കുഴപ്പമില്ല, അതിന് ജസ്റ്റ് വെള്ളം കുടിക്കാൻ. ചൂടുവെള്ളമൊന്നും ഇതിലൊഴിക്കാൻ പാടില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തണിഞ്ഞ വെള്ളം മാത്രമേ, നോർമൽ വാട്ടർ. ഓക്കെ, പ്ലേറ്റ് ഉച്ചക്ക് അല്ലേ ഫുഡ് കഴിക്കാനായിട്ട്. അവിടെ സ്കൂളിൽ ഫുഡ് ഉണ്ട്, അതുകൊണ്ട് അവന് പ്ലേറ്റ് വാങ്ങി. അടുത്ത പൗച്ച് 2 സിപ്പ് വരുന്നുണ്ട്. ഓക്കെ, നോക്കട്ടെ. ഗുഡ് ലക്ക്. ഓക്കെ, നെക്സ്റ്റ്. അത് കളറല്ലേ? എന്നാ സംഭവം? എന്താണ്? ആ, ഷാർപ്നർ, എറേസർ. അത് വേറെ സ്പെഷ്യൽ എന്നാ? ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഓ, അതവിടെ ഒട്ടി വെക്കും. പ്ലേറ്റിലാവുക? ഇല്ല ഇല്ല, അതാ അതിൽ വർക്ക് ചെയ്യാനില്ല. ഓക്കെ, ഫ്രിഡ്ജിലൊക്കെ. ആ ആ കളർ എല്ലാം എടുത്ത് അതിൽ വെക്ക്. ഇതാണ് എൻ്റെ സ്കെയിൽ, ഒരു 15 സെന്റിമീറ്ററിൻ്റെ. അത് പെൻസിൽ ബോക്സ്, പെൻസിൽ അല്ലേ? എത്ര എണ്ണം അതിലില്ലേ? 10 എണ്ണം. അപ്സരേൻ്റെ അല്ലേ? അത് അപ്സരേൻ്റെ അല്ലേ? അതിൻ്റെ കൂടെയും വരുന്നുണ്ട് റേസറും ഷാർപ്നറും അല്ലേ? അത് നമ്മൾ എക്സ്ട്രാ വാങ്ങിയതാ അവന് ഫുഡൊക്കെ കഴിച്ചിട്ട് കൈയൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. നെയിം സ്ലിപ്പ് വാങ്ങി. ഓക്കെ, അതാ നൈസ്. സ്റ്റിക്കർ ഫോട്ടോ ഒക്കെ വെക്കുന്നത് നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞു രണ്ടുപേരുടെയും സ്കൂൾ ഷോപ്പിംഗ്, അങ്ങനെ അൺബോക്സിങ് കഴിഞ്ഞു. യൂണിഫോം എല്ലാം നമ്മൾ കണ്ടു, ബാഗൊക്കെ എല്ലാം അടിപൊളി സെറ്റായിരുന്നു.
മിഡോസ്. എന്തായാലും ഇതെല്ലാവരും ഒന്ന് പോയി നോക്കുക കേട്ടോ. നാളെ ഇപ്പോൾ സ്കൂൾ വർക്കാണ്, ഇന്ന് നമ്മൾ ലാസ്റ്റ് ഡേ ആണ് വീഡിയോ ഇടുന്നത്. എന്നാലും ബാഗ് അഥവാ വാങ്ങാൻ ടൈം കിട്ടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് അവിടെ തന്നെ പർച്ചേസ് ചെയ്യാം. നല്ല അഫോർഡബിൾ റേറ്റ് നമുക്ക് കിട്ടും എല്ലാ ഐറ്റംസും. അപ്പം കുറേ ആൾക്കാർ വാങ്ങാത്തവരുണ്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ. അപ്പോൾ എല്ലാവരും പോയി പർച്ചേസ് ചെയ്യുക, അടിപൊളിയാക്കാം. നാളെ സ്കൂൾ വർക്കാണ്. എന്ത് പറയുന്നു, പുതിയ സ്കൂള് നമ്മൾ മിനിഞ്ഞാന്ന് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? മിനിഞ്ഞാന്ന് നമ്മൾ വലിയ സ്കൂളാണ്. ആരത്? ഏച്ചിൻ്റെ. എനിക്കെന്താ പറയല്ലേ നിൻ്റെ സ്കൂളിനെ കുറിച്ച്? ഫുൾ എക്സൈറ്റ്മെന്റ് ആണ്. നാളെ അവിടെ എത്തിയിട്ട് എന്താണ് ഗ്രൗണ്ട് ഉണ്ട്, അതാണ് എനിക്ക് ഇഷ്ടമായത്. ഓക്കെ, അങ്ങനെ ഗ്രൗണ്ടാണ് അത് ഇഷ്ടപ്പെട്ടത്. എനിക്കെന്തായാലും 7th കഴിഞ്ഞാൽ അവിടെ പഠിക്കാം. ശ്രീകുട്ടി ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റിലാണ്. പുതിയ ഫ്രണ്ട്സ്, പുതിയ സ്കൂള്, ടീച്ചേഴ്സ്, യൂണിഫോം ഒക്കെ എല്ലാം പുതിയതാണ്. അപ്പോൾ ടീച്ചർ ഏതായിരുന്നു? ശ്രീന്ത അല്ലേ? ശ്രീന്ത മിസ്സാണ് ക്ലാസ് ടീച്ചർ വന്നിരിക്കുന്നത്, മാത്സിൻ്റെ ടീച്ചറല്ലേ അത്. ഓക്കെ, മിസ്സൊക്കെ അടിപൊളിയാണ്. അപ്പം എന്തായാലും നാളെ സ്കൂൾ വർക്കാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നാളത്തെ എന്താണ് പുതിയ സ്കൂളിലേക്ക് എല്ലാവർക്കും ആശംസകൾ അറിയുന്നു. രാജീവ് ഗാന്ധിയിൽ മുന്നേ പഠിച്ച കുട്ടികളും ഇപ്പൊ പഠിക്കാൻ പോകുന്ന കുട്ടികളും ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. മൈ സ്കൂളിനോ അങ്ങനെ എന്തെങ്കിലും കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അറിയാലോ എത്ര കുട്ടികളുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കും അവിടെ എന്താ പറയാ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നല്ലൊരു പ്രവേശനോത്സവം ആശംസിക്കുന്നു. ഗുഡ് ലൈഫ്. നിങ്ങൾക്ക് ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.